കാലവർഷം കനത്തു വരുന്ന ഈ അവസരത്തിൽ കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്നവരെയും ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വയറിളക്കം. വയറിളക്കത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? വയറിളക്കം എങ്ങനെ ഉണ്ടാകുന്നു? വയറിളക്കം വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യാം. മലിനമായ ജലത്തിലൂടെയും മലിനമായ ആഹാരത്തിലൂടെയും മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ആണ് വയറിളക്കം പകരുന്നത്. നമ്മളുടെ ഈ ചുറ്റുപാടിൽ നമുക്ക് പൈപ്പിലൂടെ കിട്ടുന്ന വെള്ളത്തിലും അതുപോലെ കിണറ്റിലെ വെള്ളത്തിലും രോഗാണുക്കൾ കൂടുതലായി കണ്ടുവരുന്നു. അപ്പോൾ ഈ വെള്ളം തിളപ്പിക്കാതെ ഉപയോഗിക്കുമ്പോഴാണ് വയറിളക്കം വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വയറിളക്കം പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് ശ്രദ്ധിക്കും. ആദ്യമായി കുടിക്കുന്ന വെള്ളം, അത് പൈപ്പിലെ വെള്ളമായാലും കിണറ്റിലെ വെള്ളമാണെങ്കിലും തിളച്ച്, അതായത് വെട്ടി തിളച്ച ശേഷം 3 മിനിറ്റ് അതേ നിലയിൽ തിളപ്പിച്ച് തന്നെ നിൽക്കണം. അതിനുശേഷമേ തീ കെടുത്താവുള്ളൂ. അങ്ങനെ ശ്രദ്ധിക്കുക. അതുപോലെ ഈ തിളപ്പിച്ച പാത്രത്തിൽ തന്നെ കഴിയുന്നതും അത് ആ പാത്രത്തിൽ തന്നെ അടച്ചു സൂക്ഷിക്കുന്നതായിരിക്കും അഭികാമ്യം. അതുപോലെ ഒറ്റ പാത്രം തന്നെ ആ വെള്ളം മുക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതും നല്ലതായി. മറ്റൊരു കാര്യം ആഹാരത്തിലുള്ള ശുചിത്വം പാലിക്കുന്നതാണ്. കഴിയുന്നതും പാചകം ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാചകം ചെയ്ത ആഹാരം അടച്ചു സൂക്ഷിക്കുക. ഈച്ചയും മറ്റ് പ്രാണികളും വരാതെ അടച്ചു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അതിൽ ശ്രദ്ധ പുലർത്തുക. അതുപോലെ തന്നെ പാചകം ചെയ്യാതെ നമ്മൾ സാലഡ് പോലെയുള്ള സാധനങ്ങൾ നമ്മൾ പാചകം ചെയ്യാതെയാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ളവ തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ച ശേഷം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പാചകം ചെയ്യുന്നതിന് മുമ്പും പാചകം ചെയ്ത ശേഷം ആഹാരം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പും ആഹാരം കഴിക്കുന്നതിന് മുമ്പും കൈ സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. ഇത് അമ്മമാർ ചെയ്യുന്നതോടൊപ്പം തന്നെ കുട്ടികളും ഇത് ചെയ്യാൻ ചെറുപ്പകാലം മുതൽ ശീലിപ്പിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ശുചിമുറി ഉപയോഗിച്ച ശേഷം കൈ സോപ്പിട്ട് കഴുകാൻ, അത് സോപ്പിട്ട് തന്നെ കഴുകാൻ ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികളുടെ മലമൂത്ര വിസർജ്യങ്ങൾ കൈകാര്യം ചെയ്തതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വയറിളക്കം നല്ലൊരു പരിധിവരെ നമുക്ക് വരാതെ തടയാൻ കഴിയും. ഇനി അഥവാ വയറിളക്കം വന്നാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വയറിളക്കം വരുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ജലാംശം ക്രമാതീതമായി നഷ്ടപ്പെടുകയും നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ എന്ന അവസ്ഥയിലേക്ക് പോവുകയും അത് ജീവന് തന്നെ ഹാനികരമാകുകയും ചെയ്യുന്ന ഒരു ഗുരുതരാവസ്ഥയിലേക്ക് അത് നയിക്കുന്നു. അപ്പോൾ നമുക്ക് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് വയറിളക്കത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. ഇതിന് ഏറ്റവും നല്ലത്, അതായത് നമ്മൾ കൂടുതലായി വയറിളക്കം വരുമ്പോൾ അപ്പം ശരീരത്തിൽ നിന്നും കൂടുതൽ ജലം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ എത്രമാത്രം ജലം നഷ്ടപ്പെടുന്നോ അതനുസരിച്ച് കുട്ടിക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എന്ത് തരം പാനീയമാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഏറ്റവും അനുയോജ്യമായ കാര്യം ORS എന്നാണ്. ORS ആണ്, അതായത് നമ്മളുടെ മലത്തിൽ കൂടെ ജലാംശത്തോടൊപ്പം തന്നെ ലവണങ്ങളും നഷ്ടപ്പെടുകയാണ്. അതിനാൽ ORS ആയിരിക്കും ഏറ്റവും അനുയോജ്യമായ കാര്യം. അപ്പോൾ നമുക്ക് ORS ഇല്ലെങ്കിൽ മറ്റു പാനീയങ്ങൾ കൊടുക്കാം. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ORS എങ്ങനെയാണ്? ചെറിയ പാക്കറ്റിലും വലിയ പാക്കറ്റിലും നമുക്ക് ലഭ്യമാണ്. ചെറിയ പാക്കറ്റ് ആണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, അതായത് 200 മില്ലി, ഒരു മീഡിയം സൈസ് ഗ്ലാസ് കൊള്ളുന്ന അത്രയും വെള്ളത്തിൽ ഒരു ചെറിയ പാക്കറ്റ് കലക്കുക. വലിയ പാക്കറ്റ് ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കുക. അത് ഓരോ തവണയും കുട്ടിക്ക് എത്രമാത്രം വയറ്റിൽ പോകുന്നുണ്ടോ, അതായത് ചെറിയ 10 കിലോ ഒക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾക്ക് ഓരോ പ്രാവശ്യം വയറ്റിൽ പോകുമ്പോൾ 1 ഗ്ലാസ്, 1/2 ഗ്ലാസ് വീതം ORS കൊടുക്കുക. ഒരു 20 കിലോ അതിന് മേലെയുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ ഓരോ പ്രാവശ്യവും വയറ്റിൽ പോകുമ്പോൾ 1 ഗ്ലാസ് ORS വെച്ച് ഓരോ തവണയും കൊടുക്കുക. അഥവാ നമ്മൾക്ക് ORS കയ്യിൽ ഇരിപ്പില്ലെങ്കിൽ, കാരണം ഇന്നത്തെ കാലത്ത് ആശാ വർക്കർമാർ വഴിയും അംഗൻവാടി വർക്കർമാർ കൂടിയും ഒക്കെ ORS വളരെ സുലഭമാണ്. അഥവാ നമ്മുടെ കയ്യിൽ അപ്പോൾ ORS ഇല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പ് ഇടുക. അതും അല്ലെങ്കിൽ 1 ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ORSന് പകരം നമുക്ക് ഇത് കൊടുക്കാം.
പിന്നെ എന്തൊക്കെ അവസരത്തിലാണ് നമ്മൾ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത് എന്ന് ശ്രദ്ധിക്കുക. വളരെ കുട്ടി തുടർച്ചയായിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക, ഒരു മണിക്കൂറിൽ തന്നെ 2 അതിലധികം തവണ ഛർദ്ദിക്കുകയാണ്, കുട്ടിക്കൊന്നും ഉള്ളിലോട്ട് ചെല്ലുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ വളരെ അടുപ്പിച്ച് വയറ്റിൽ നിന്നും പോകുന്ന അവസ്ഥ, അതായത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ 3 തവണ അതിലധികമോ വലിയ അളവിൽ മലം പൊയ്ക്കൊണ്ടിരിക്കുക, 6 മണിക്കൂർ മൂത്രം പോകാതെ ഇരിക്കുക, കുട്ടി ഒരുപാട് ക്ഷീണിച്ച് തളർന്ന പോലെ കണ്ണുകളൊക്കെ കുഴിഞ്ഞ് തളർന്നിരിക്കുക, വയറ്റിന്ന് പോകുന്നതിൽ രക്തമയം ഉണ്ടാവുക, അതുപോലെ തന്നെ ശക്തിയായ ചൂടും അതിനോടൊപ്പം വയറിളക്കം കൂടാതെയുള്ള മറ്റ് രോഗലക്ഷണങ്ങൾ, അതായത് ചുമ, ശ്വാസം മുട്ട് മുതലായ പ്രശ്നങ്ങളും കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ വയറിളക്കം ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡോക്ടറുടെ സേവനം നമ്മൾ തേടണം. ശുചിത്വത്തിലും അതുപോലെ തന്നെ ആഹാരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യത്തിലുള്ള ശുചിത്വത്തിൽ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വയറിളക്കം വരാതെ തടയാം. അതുപോലെ തന്നെ സന്ദർഭോചിതമായി ശരിയായ നടപടികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വയറിളക്കം മൂലമുള്ള ഗുരുതരാവസ്ഥകൾ ഒഴിവാക്കാനും സാധിക്കും. ORS അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാനീയങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ മാഡം? വീട്ടിലുള്ള മറ്റെന്തെങ്കിലും പാനീയങ്ങൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ചില കുട്ടികൾ വെറുതെ പഞ്ചസാരയും ഉപ്പ് ഇട്ട് കുടിക്കത്തില്ല, അപ്പോൾ ഒരു അല്പം നാരങ്ങ നീരും കൂടെ ഒക്കെ ചേർത്താൽ ഉപ്പും പഞ്ചസാരയും ഇട്ട നാരങ്ങ വെള്ളം പോലെ ഇരിക്കും, അത് കുറച്ചും കൂടെ കുട്ടികൾക്ക് സ്വീകാര്യമായിരിക്കും എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്നത്. പഴമക്കാരുടെ ഒരു വിശ്വാസമുണ്ട്, ഈ കട്ടൻ ചായ കൊടുത്തു കഴിഞ്ഞാൽ, സ്നേഹമനി കൊടുത്തു കഴിഞ്ഞാൽ വയറിളക്കം കുറയും എന്നുള്ളത്. അതിനെ എങ്ങനെയാണ് ഡോക്ടർ കാണുന്നത്? അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ കട്ടൻ ചായ, കട്ടൻ കാപ്പി, അതുപോലെ കോള, ജ്യൂസുകൾ, ഇങ്ങനെ ഉള്ള സാധനങ്ങൾ ORSന് പകരം ഉപയോഗിക്കരുത്. കാരണം ഇത് തീർത്തും വർജിക്കേണ്ട ചില ആഹാര സാധനങ്ങൾ. സോഡ നാരങ്ങ വെള്ളം കൊടുക്കുന്ന ക്ഷീണത്തിനായിട്ട് ആ ഒരു രീതി നാട്ടുകാരുടെ ഇടയിൽ കാണും, അതിനോട് എങ്ങനെ കാണും? അതെ, എയറേറ്റഡ് ആയിട്ടുള്ള ഈ പാനീയങ്ങൾ അത്ര നല്ലതല്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ORS ഒക്കെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടിയുടെ ആഹാരത്തിലും നമ്മൾ ശ്രദ്ധിക്കുക. പൊതുവെ ഒരു വിശ്വാസമുണ്ട്, വയറിളക്കം വന്നാൽ ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അസുഖം മാറുള്ളൂ. അപ്പോൾ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾ ആണെങ്കിൽ മുലയൂട്ടൽ തുടരുക, അതുപോലെ തന്നെ സാധാരണയുള്ള ആഹാരങ്ങൾ കൊടുക്കുക. പിന്നെ ചില സാധനങ്ങൾ ഒഴിവാക്കേണ്ടി വരും, അതായത് കൂടുതൽ നാരുള്ള ഭക്ഷണങ്ങൾ, അതായത് കൂടുതലും നമ്മുടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. സിങ്ക് പോലെയുള്ള മരുന്നുകൾ വയറിളക്ക രോഗത്തിൽ അതിന്റെ ഒരു പ്രസക്തി? തീർച്ചയായിട്ടും വയറിളക്കത്തിൽ സിങ്കിന് ഒരു നല്ല റോളുണ്ട്. അതായത് കൂടുതൽ ദിവസം നീണ്ടു നിൽക്കാതെയും അതുപോലെ തന്നെ അടുത്ത് തന്നെ പിന്നെ ഒരു വയറിളക്കം വരാതെയും നോക്കാൻ സിങ്കിന് കഴിവുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷം മാഡം, ഈ വിവരങ്ങൾ ഇത്രയും പറഞ്ഞു നൽകിയത്. താങ്ക് യു. നമസ്കാരം.